സ്നേഹം നിറഞ്ഞവരെ, മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പഠന പരമ്പരയിലെ വിശുദ്ധ ഗ്രന്ഥ പഠന ഭാഗങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പഴയ നിയമത്തിൻ്റെ ചില പഠനങ്ങളിലേക്കും പഞ്ചഗ്രന്ഥിയുടെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അത് രൂപപ്പെട്ടതിൻ്റെ പാരമ്പര്യങ്ങളും അതിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ചില ചിന്തകളും നാം കാണുകയുണ്ടായി. ഇന്ന് കുറച്ചുകൂടി ആഴമായി പഞ്ചഗ്രന്ഥത്തിലെ ചില ചിന്തകളെയും ചില പഠനങ്ങളെയും നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകത്തെ രണ്ടായി വിഭജിച്ചിരിക്കുന്നുവെന്നും 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ അതിൻ്റെ ആദ്യ ഭാഗമെന്നും അതിനെ ചരിത്രാതീത ഗ്രന്ഥമെന്നും വിളിക്കുന്നുവെന്നും നാം കാണുകയുണ്ടായി. രണ്ടാമത്തെ ഭാഗം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ്. ഈ രണ്ട് ഭാഗവും ചേർന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറയുന്നത് ദൈവം എന്തിനാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നും ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും ദൈവം മനുഷ്യന് ആരാണ് എന്നുള്ള ദൈവശാസ്ത്ര സത്യങ്ങളാണ്. നാം മുമ്പ് കണ്ടതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നതെങ്കിലും ഇതൊരു ദൃക്സാക്ഷി വിവരണമല്ലെന്നും കാലാനുകൃതമായി ദൈവം ചരിത്രത്തിലൂടെ സംഭവങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യന് സഹായകരമാകും വിധം വിരചിക്കപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉദ്ദേശം എന്തിന് എന്നുള്ളതാണ്. ഇപ്രകാരം ഒരു ചൊല്ലുണ്ട്: ബൈബിൾ ഒരിക്കലും സ്വർഗം എങ്ങനെ പോകുന്നു എന്ന് പറയാനല്ല, സ്വർഗത്തിൽ എങ്ങനെ പോകാം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് രചിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 1-ാമത്തെ അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ ചരിത്രാതീത ചരിത്രം എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതിൻ്റെ ദൈവശാസ്ത്ര രഹസ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്രകാരം ഈ പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റിയും മനുഷ്യ സൃഷ്ടിയെപ്പറ്റിയും അതിൻ്റെ വളർച്ചയെപ്പറ്റിയും നാം ചിന്തിക്കുമ്പോൾ പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വചനത്തിൽ പ്രകാരം പറയുന്നു: പ്രപഞ്ചം രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ 2 പ്രാപഞ്ചിക പ്രതിസന്ധികളുണ്ടായിരുന്നു. 1, അത് ശൂന്യമായിരുന്നു. 2, അത് രൂപരഹിതമായിരുന്നു. പിന്നീട് നാം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ 6 ദിവസങ്ങളിലായി ദൈവം ഈ 2 പ്രതിസന്ധികളെയും പരിഹരിക്കുന്നതിനായി നാം കാണുന്നു. 1-ാമത്തെ ദിവസം രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചുകൊണ്ട്, 2-ാമത്തെ ദിവസം കടലിനെയും ആകാശത്തെയും സൃഷ്ടിച്ചുകൊണ്ട്, 3-ാമത്തെ ദിവസം കരയെയും അതിലുള്ള സസ്യലതാദികളെയും സൃഷ്ടിച്ചുകൊണ്ട് രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യങ്ങളെ കൂടുതൽ വ്യക്തമായി നമുക്ക് നൽകുന്നു. അങ്ങനെ പ്രപഞ്ചത്തിന് രൂപം നൽകി എന്ന് നാം മനസ്സിലാക്കുന്നു. കരയും കടലും ആകാശവും രാത്രിയും പകലുമൊക്കെയുള്ള സമയവും സ്ഥലവും നിറഞ്ഞ ഒരു സ്ഥലമായി, ഒരു അസ്തിത്വമായി ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തി. രൂപരഹിതമായിരുന്നതിനെ രൂപമുള്ളതാക്കി തീർത്തു. പിന്നീട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ 4-ാം ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്ന ശൂന്യതയെ പരിഹരിക്കുവാനായി അതിനെ നയിക്കുന്നവരെ, അതിനെ നിയന്ത്രിക്കുന്നവരെ സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. 4-ാം ദിവസം 1-ാം ദിവസത്തിൻ്റെ രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നതിനായി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. 2-ാം ദിവസത്തിന് പാരലലായി 5-ാം ദിവസം പക്ഷികളെയും മീനുകളെയും കടലിൽ വസിക്കുന്ന എല്ലാ ജീവികളെയും സൃഷ്ടിക്കുന്നതായും നാം കാണുന്നു. ആകാശത്തിൽ സഞ്ചരിക്കുവാൻ പക്ഷികളെയും കടലിൽ സഞ്ചരിക്കുവാൻ കടൽ ജീവികളെയും സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. 3-ാം ദിവസത്തിന് പാരലലായി 6-ാം ദിവസം ഭൂമിയും ഭൂമിയിലെ സസ്യലതാദികളും സൃഷ്ടിച്ച ദൈവം അവയൊക്കെ നിയന്ത്രിക്കുവാൻ മനുഷ്യനെയും മൃഗങ്ങളെയും സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. അപ്രകാരം 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ രാത്രിയും പകലും കടലും ആകാശവും കരയും കരയിലുള്ള സസ്യലതാദികൾക്കും സൃഷ്ടി നൽകിയ ദൈവം 4, 5, 6 ദിവസങ്ങളിൽ ഇവയെയൊക്കെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ഇവയെയൊക്കെ പരിപൂർണമാക്കുകയും നിറയുകയും ചെയ്യുന്നതിനായി രൂപമുള്ള വസ്തുക്കളെ സൃഷ്ടിക്കുന്നതായി നാം കാണുന്നു. അങ്ങനെ 6 ദിവസം കൊണ്ട്
ദൈവം തൻ്റെ സൃഷ്ടി പൂർത്തിയാക്കി എന്ന് നാം കാണുകയാണ്. 6-ാം ദിവസം മനുഷ്യനെ ദൈവം സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതനായി സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ നാം കാണുക എപ്രകാരമാണ് ദൈവം ഇവയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം എന്തിനു സൃഷ്ടിച്ചു എന്ന് പറയുന്നതിലാണ് കൂടുതൽ അർത്ഥമുണ്ടാവുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണെന്ന് വ്യക്തമായും കൃത്യമായും സൂചിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രേമഭാജനമായി തൻ്റെ മകനായി തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നാം മനസ്സിലാക്കുക. 6-ാം ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം ദൈവം സാബത്ത് കൊണ്ട് എല്ലാറ്റിനെയും വിശുദ്ധമാക്കി. സാബത്ത് എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവത്തെ ആസ്വദിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ പ്രാപിക്കുവാനുമുള്ള 7-ാം ദിവസം. അപ്രകാരമാണ് മനുഷ്യൻ തൻ്റെ സൃഷ്ടിയുടെ പരിപൂർണതയിലേക്ക് വളരുന്നത്. അതുകൊണ്ടാണ് ദൈവം 7-ാം ദിവസത്തെ, പരിപൂർണതയുടെ ദിവസത്തെ, നിറവിൻ്റെ ദിവസത്തെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മം പൂർത്തിയാക്കുകയും ചെയ്തത്. അപ്രകാരമുള്ള ദൈവത്തിൻ്റെ മഹോന്നതമായ വെളിപ്പെടുത്തലാണ് 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും ഒക്കെ നാം കാണുന്നത്. അപ്രകാരം മനുഷ്യനെ തൻ്റെ ഛായയും തൻ്റെ സാദൃശ്യവും നൽകി, തൻ്റെ സ്വാതന്ത്ര്യവും സ്നേഹവും തൻ്റെ ഇച്ഛാശക്തിയും എല്ലാം നൽകി ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവമാണ് സൃഷ്ടാവ്, മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രേമഭാജനമായ സൃഷ്ടിയാണ് എന്നുള്ള ദൈവിക രഹസ്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ 7-ാം ദിവസത്തിൽ ദൈവത്തോടു കൂടിയായിരിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിലേക്ക് പരിപൂർണത പ്രാപിക്കുന്ന മനുഷ്യനെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായിരുന്നു ആദം. ആദാം എന്നത് ഒരു വ്യക്തി എന്നതിലപ്പുറം മനുഷ്യകുലം മുഴുവനുമാണ് ദൈവം സൃഷ്ടിച്ചത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദത്തിലൂടെ ദൈവം മനുഷ്യകുലത്തെ മുഴുവനും സൃഷ്ടിക്കുകയായിരുന്നു. മനുഷ്യകുലം മുഴുവനും ദൈവത്തിൻ്റെ പ്രേമഭാജനമായ തൻ്റെ ഛായയും സാദൃശ്യവും പേറുന്ന സൃഷ്ടിയായി ദൈവം കരുതി എന്ന് സാരം. അപ്രകാരം ദൈവത്തോടു കൂടി ആയിരിക്കുവാനും ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുവാനും ദൈവത്തിൻ്റേതായിരിക്കുവാനുമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഏറ്റവും മനോഹരമായ പറുദീസായിലാക്കി എന്ന് നാം കാണുന്നു. പറുദീസ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാവും, പറുദീസായെ ഒരു കോസ്മിക് ടെമ്പിളായിട്ടാണ് അല്ലെങ്കിൽ പ്രാപഞ്ചിക ദേവാലയമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ആ പ്രാപഞ്ചിക ദേവാലയത്തിൻ്റെ പുരോഹിതനായിട്ടാണ് ആദ്യ മനുഷ്യനായ ആദത്തെയും ആദത്തിൻ്റെ സ്വന്തമായ ആദത്തിൻ്റെ പ്രേമഭാജനമായ ഹവ്വായെയും ദൈവം ഏർപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കുന്നു. അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരെ പറുദീസായിലാക്കി എന്ന് പറയുമ്പോൾ ദൈവം ഏറ്റവും സ്നേഹത്തോടുകൂടി തൻ്റെ വാക്കുകൊണ്ട് തൻ്റെ വചനം കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ന്യൂനമായ ജ്ഞാനത്താൽ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനും ഈ പ്രപഞ്ചത്തിൻ്റെ ശുശ്രൂഷകനുമായിട്ട് പ്രപഞ്ചമെന്ന ഈ കോസ്മിക് ടെമ്പിളിൽ പൗരോഹിത്യ വൃത്തി ചെയ്യുവാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ഈ സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണത്തിലൂടെ ഉൽപ്പത്തി പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം പൗരോഹിത്യ വൃത്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഹീബ്രു വാക്കു തന്നെയാണ് ആദത്തെയും ഹവ്വായെയും പറുദീസായിലാക്കി അതിനെ സംരക്ഷിക്കുക, കൃഷി ചെയ്യുക എന്നർത്ഥമുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്രകാരം പ്രപഞ്ചത്തിൻ്റെ പുരോഹിതനായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് സാരം. പ്രപഞ്ചത്തെ പരിപോഷിപ്പിക്കുവാനും പരിചരിക്കുവാനും പ്രപഞ്ചത്തെ ശുശ്രൂഷിക്കുവാനും വളർത്തുവാനുമായി മനുഷ്യന് നൽകുന്ന ഉന്നതമായ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാകാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകളനുസരിച്ച് ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ച് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ദൈവികതയിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിൻ്റെ തിരുമനസ്സിലേക്ക് വളരുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്രകാരമുള്ള ചില വിവരണങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുക. എന്നാൽ ആദ്യ മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കിൽ നിന്നും ദൈവത്തിൻ്റെ തിരുഹിതത്തിൽ നിന്നും മാറി തൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് വ്യാപരിച്ചപ്പോൾ അവനിൽ ദൈവം വച്ചിരുന്ന ദൈവിക പദ്ധതി, ദൈവിക നിയോഗം, ദൈവിക ശുശ്രൂഷ
അവൻ നിരാകരിക്കുകയും സ്വന്തം മാർഗത്തിലൂടെ മനുഷ്യനെത്തേണ്ട ദൈവികതയുടെ പരിപൂർണതയിലേക്ക് വളരുവാൻ സ്വയം പരിശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് പാപം രംഗപ്രവേശനം ചെയ്തത്. പിന്നീട് നാം കാണുന്നത് പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും പാപത്തിൻ്റെ വളർച്ചയുമാണ്. ആ വളർച്ച മുന്നോട്ട് നീങ്ങുമ്പോൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ പ്രളയവും പാപത്തിൻ്റെ ഘനമേറിയ ചില അധ്യായങ്ങളുമൊക്കെ ഈ ഒന്നാം ഭാഗത്ത് പിന്നീട് നാം കാണുന്നു. അങ്ങനെ ഭൂമുഖത്തെ മുഴുവനും നശിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ നമുക്ക് കാണാനാവും. എന്നാൽ ആദ്യമായി ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്തത് 2 ദമ്പതികളോടായിരുന്നു, ആദവും അവ്വയും. ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുകയും പാപത്തിൻ്റെ പരിണിത ഫലം ദൈവിക ഛായ നഷ്ടപ്പെട്ട, ദൈവിക മഹത്വം നഷ്ടപ്പെട്ട ആദിമാതാപിതാക്കൾ, ദൈവിക ഛായ നഷ്ടപ്പെട്ട, ദൈവിക ശോഭ നഷ്ടപ്പെട്ട, ദൈവിക മഹത്വം നഷ്ടപ്പെട്ട മനുഷ്യകുലം മുഴുവനും ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന്, പർദീസായിൽ നിന്ന് അകന്നു പോകുന്നതും ദൈവിക സാമീപ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ അനുഭവിക്കേണ്ട ദുരനുഭവങ്ങളും ആദത്തിൻ്റെയും അവ്വയുടെയും തുടർന്നുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ വരച്ചു കാട്ടുകയാണ്. എന്നാൽ ദൈവം, സ്നേഹനിധിയായ ദൈവം, മനുഷ്യനെ തീർത്തും ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യുന്നതിന് പകരം അവനെ സംരക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ദമ്പതികളോട്, വ്യക്തികളോട് ഉടമ്പടി ചെയ്ത ദൈവം തുടർന്ന് ഒരു കുടുംബത്തോട് ഉടമ്പടി ചെയ്യുന്ന ചരിത്രമാണ് നോഹയുടെ ചരിത്രത്തിൽ നാം കാണുക. അപ്രകാരം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ചരിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും മടികാട്ടിയ മനുഷ്യൻ്റെ ചിത്രമാണ്, ഭൂരിഭാഗം മനുഷ്യരുടെയും ചിത്രമാണ് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നാം കാണുക. ഈ ഭാഗം നാം കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ യഹൂദരുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തോടു കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്കിത് കൂടുതൽ വ്യക്തമാകുക. ഇസ്രായേലിൻ്റെ ചരിത്രത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില രഹസ്യങ്ങളെ നമുക്കിവിടെ കാണാം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥി എഴുതപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാനാൻ നാട്ടിൽ ജീവിക്കുന്ന കാലത്താണ്. BC 13-ാം നൂറ്റാണ്ടും അതിനുശേഷവുമാണ് എന്ന് നമുക്കറിയാം. കാനാൻ നാട്ടിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽക്കാർ തങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ഇസ്രായേലിൻ്റെ ദൈവത്തിൽ നിന്നകന്ന് തങ്ങളുടെ ചുറ്റും വസിക്കുന്ന ജനതകളുടെ ചിന്തകളിലേക്കും സൃഷ്ടിയെപ്പറ്റിയും ദൈവത്തെപ്പറ്റിയുമുള്ള വിജാതീയ കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ നീങ്ങുന്ന കാലഘട്ടത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കാനാൻ നാട്ടിൽ ജീവിച്ചിരുന്ന ഇതര ജാതികളുടെ വിശ്വാസങ്ങളിലേക്കും ചിന്താരീതികളിലേക്കുമൊക്കെ നീങ്ങിയ ഇസ്രായേലിനോട് ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും അവരെ പഠിപ്പിക്കുവാൻ, അവരെ കാറ്റക്കൈസ് ചെയ്യുവാൻ, അവരെ പുനർവിചിന്തനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ഇന്ന് വരെ മനുഷ്യനോട് ദൈവം കാണിച്ച സ്നേഹത്തെ ഒരിക്കൽ കൂടി പുനർവായന നടത്തുവാൻ പ്രേരിപ്പിക്കുകയാണ് ഗ്രന്ഥകാരൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എന്ന് നാം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രവുമായി അഗാധമായി ബന്ധമുണ്ട് ഈ സൃഷ്ടി വിവരണത്തിനും 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ അനുഭവങ്ങൾക്കും ചിന്തകൾക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഈ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ദൈവാനുഭവവും കൂടുതൽ വ്യക്തമാകുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം മുതൽ പറയപ്പെടുന്ന മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യൻ്റെ പാപവും അതിൻ്റെ വർധനവും മനുഷ്യനെ പർദീസായിൽ നിന്ന് പുറന്തള്ളുന്നതുമെല്ലാം ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി വായിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആദ്യ മനുഷ്യനെ ദൈവം മരുഭൂമിയിൽ വച്ച് വരണ്ട ഭൂമിയിൽ നിന്ന്, പൂഴിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു. അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ മരുഭൂമിയുടെ അതിഘോരമായ ചൂടിലൂടെ, അതിഘോരമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ഇസ്രായേലായി രൂപപ്പെടുത്തുന്നു. എങ്ങനെയാണോ മനുഷ്യനെ പൂഴിയിൽ നിന്നുണ്ടാക്കിയത്, ആദ്യ മനുഷ്യനെ പൂഴിയിൽ നിന്നുണ്ടാക്കിയത്, അതുപോലെ തന്നെയാണ് ഇസ്രായേൽ എന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ
മരുഭൂമിയുടെ പൊള്ളുന്ന അനുഭവത്തിലൂടെ കടത്തിവിട്ട് ഒരു ജനതയാക്കി മാറ്റിയത്. മനുഷ്യ സൃഷ്ടിയിൽ അടുത്ത ഘട്ടത്തിൽ മനുഷ്യനെ പർദീസായിലാക്കുന്നതായി നാം കാണുന്നു. അതുപോലെ തന്നെയാണ് ഇസ്രായേലിനെ തേനും പാലും ഒഴുകുന്ന കാനാൻ നാടെന്ന വാഗ്ദത്ത ഭൂമിയിലാക്കിക്കൊണ്ട് അവൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും പുനഃസ്ഥാപിക്കുന്നതായി നാം കാണുന്നു. തുടർന്ന് ആദ്യ മനുഷ്യന് കൽപ്പന നൽകുന്നു, പർദീസ എന്ന തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ബാക്കി എല്ലാ മരങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും നിനക്ക് ഭക്ഷിക്കാം, എന്നാൽ നടുക്ക് നിൽക്കുന്ന മരത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന ആദ്യ കൽപ്പന ആദ്യ മാതാപിതാക്കൾക്ക് നൽകുന്നു. അതുപോലെ തന്നെയാണ് ഉടമ്പടിയുടെ 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് സീനായി മലയിൽ വെച്ച് മോശയിലൂടെ 10 കൽപ്പന നൽകിക്കൊണ്ട് ഇസ്രായേലിന് കൽപ്പന നൽകുന്നു. ഇസ്രായേലിന് കൽപ്പന നിത്യജീവിതത്തിലേക്കുള്ള ദൈവത്തോടുള്ള വാസത്തിൻ്റെ നിത്യജീവൻ്റെ അടയാളമായിരുന്നു, നിത്യ ഉടമ്പടിയുടെ അടയാളമായിരുന്നു 10 കൽപ്പന. അതുപോലെ തന്നെയാണ് ആദ്യ മാതാപിതാക്കൾക്ക് നിത്യജീവൻ്റെ കൽപ്പനയായിരുന്നു നന്മ തിന്മകളിൽ നിന്നുള്ള വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്. കൽപ്പനയുടെ പാലനം വഴി അവൻ്റെ ജീവൻ, ദൈവം നൽകിയ നിത്യജീവൻ സൂക്ഷിക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന. കൽപ്പന പാലിച്ചാൽ നീ ജീവിക്കും, കൽപ്പന ലംഘിച്ചാൽ നീ മരിക്കും എന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്രായേലിൻ്റെ ജീവിതത്തിലും ഈ യാഥാർത്ഥ്യം തന്നെ അന്വർത്ഥമാണ്. ഇസ്രായേലിനോട് ദൈവം പറയുന്നു, നീ 10 കൽപ്പന പാലിച്ചാൽ നീ ജീവിക്കും, നിത്യജീവൻ അവകാശമാക്കും, വാഗ്ദാന ഭൂമി നീ അവകാശമാക്കും, വാഗ്ദാന ഭൂമിയിൽ നിനക്ക് തുടരാം. എന്നാൽ ആദ്യ മനുഷ്യൻ കൽപ്പന ലംഘിച്ചു. കൽപ്പന ലംഘിച്ചപ്പോൾ അവൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു. അവൻ അർത്ഥപ്രാണനായി തീർന്നു. അവൻ്റെ ശാരീരിക ജീവൻ ഒഴികെ അവൻ്റെ ദൈവമഹത്വവും ദൈവിക ജീവനും നഷ്ടപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇസ്രായേലും അപ്രകാരം 10 കൽപ്പന ലംഘിക്കുകയും ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുന്നു. സീനായി മലയിൽ വെച്ച് ദൈവം നൽകിയ ഉടമ്പടി ലംഘിച്ചുകൊണ്ട്, നിത്യജീവൻ്റെ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ പാപം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ആദ്യ മാതാപിതാക്കൾക്ക് ശിക്ഷ ലഭിച്ചു. അതുപോലെ തന്നെ സീനായി മലയിൽ നിന്ന് ലഭിച്ച ഉടമ്പടി പാലിക്കാത്തതിനാൽ പല പ്രാവശ്യം ശിക്ഷിക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ യാത്രയിൽ ഉടനീളം നാം കാണുന്നുണ്ട്. അപ്രകാരം ഇസ്രായേലിനെയും ദൈവം ശിക്ഷിക്കുന്നതായി നാം കാണുന്നു. വാഗ്ദാന ഭൂമിയിൽ പ്രവേശിച്ച മനുഷ്യൻ തങ്ങളുടെ തിന്മകൾ പെരുകിപ്പിക്കപ്പോൾ അവരുടെ ഉടമ്പടി ലംഘനം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി എന്ന് നാം മനസ്സിലാക്കുന്നു. ആദ്യ മനുഷ്യൻ ശിക്ഷയുടെ ഭാഗമായി അവൻ്റെ ദൈവിക ഛായ നഷ്ടപ്പെടുകയും പർദീസായിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇസ്രായേലും തങ്ങളുടെ കൽപ്പന ലംഘനം വഴി വാഗ്ദാന ഭൂമി നഷ്ടപ്പെടുന്ന ചരിത്രം പിന്നീട് നാം കാണുകയുണ്ടായി. ഇവിടെ നാം മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം, ആദ്യ മനുഷ്യന് എങ്ങനെയാണോ പർദീസ നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെയാണ് ഇസ്രായേലും രൂപപ്പെട്ടതും തങ്ങളുടെ വാഗ്ദാന ഭൂമി തങ്ങൾക്ക് കൈമോശം വരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം ആദ്യ മനുഷ്യനും ഇസ്രായേൽ ജനത്തിനും സംഭവിച്ച അനുഭവങ്ങളെ അന്ന് നിലവിലിരുന്ന ഇതിഹാസങ്ങളോടും ചരിത്രങ്ങളോടും അനുഭവങ്ങളോടും ചേർത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എന്ന് നാം കാണുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനും ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാകുവാനും ദൈവത്തിൻ്റെ പ്രേമഭാജനമാകുവാനും വിളിക്കപ്പെട്ട മനുഷ്യനാണ്, മനുഷ്യകുലമാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത്, ആദത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലൂടെ നാം മനസ്സിലാക്കുക. ഇതെന്നും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. നവീന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നമുക്കും ദൈവത്തിൻ്റെ വാക്കിനോടും ദൈവത്തിൻ്റെ തിരുമനസ്സിനോടും ചേർന്ന് നടക്കുവാനാവും വിധം, നിത്യജീവൻ പ്രാപിക്കാനാവും വിധം ദൈവം നൽകിയ രക്ഷയെപ്പറ്റി തന്നെയാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ കുറിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്രം, തത്വം എന്താണ്? അത് മറ്റൊന്നുമല്ല, ദൈവം ആരാണ്? ദൈവം സൃഷ്ടാവാണ്. അനായാസമായി, ക്ലേശങ്ങളില്ലാതെ, അധ്വാനങ്ങളില്ലാതെ അതിമനോഹരമായ പ്രപഞ്ചത്തെയും അതിൻ്റെ എല്ലാ മഹത്വത്തെയും സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവം, അതിലേറ്റവും ഉന്നതനായി സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്ന, മനുഷ്യനെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ
സ്വന്തം ജോലികൾ, ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ നമുക്ക് മുമ്പിൽ വിടർന്നു വരുന്നത്. ദൈവം ആരാണ് എന്ന ചോദ്യത്തോടൊപ്പം തന്നെ പ്രസക്തമാണ് മനുഷ്യനാരാണ്. ഇന്നോളം മനുഷ്യൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരവും ഇതുതന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള മകനാണ്, സൃഷ്ടിയാണ്. അപ്പോൾ മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനും ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുവാനും ദൈവത്തിൻ്റെ തിരുമനസ്സിന് ചേർന്ന് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നു. തുടർന്ന് വരുന്ന 2-ാം ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50 വരെയുള്ള അധ്യായങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ മറ്റൊരു മുഖമാണ് നാം കാണുക. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് എന്ന് പറയുന്ന 4 വ്യക്തികളാണ് ഈ ഭാഗങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങൾ. അബ്രാഹത്തോടൊപ്പം ആരംഭിക്കുന്ന ഈ ചരിത്രത്തിൻ്റെ ദൈവശാസ്ത്ര സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 12-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന അബ്രാഹത്തിൻ്റെ ചരിത്രം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഏറെ പ്രസക്തമാണ്. അതെന്തുകൊണ്ടാണ് പ്രകാരം പ്രസക്തമാകുന്നത് എന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് കാണാം. നാം കാണുകയുണ്ടായി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ആദ്യ മനുഷ്യനും അതിനുശേഷം തുടർന്ന് വന്ന അനേക തലമുറയും ദൈവത്തോട് ഒത്തു സഞ്ചരിക്കുവാൻ വിസമ്മതിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ചരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടത്തോടനുസരിച്ച് സഹകരിക്കുന്ന, ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് സഞ്ചരിക്കുന്ന പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കാണാനാവും. 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ നിന്ന് വ്യത്യസ്തമായി 12 മുതലുള്ള അധ്യായങ്ങളിൽ നിരന്തരം സഞ്ചരിക്കുന്ന പൂർവ്വപിതാക്കന്മാരെയാണ് നാം കാണുക. 1 മുതൽ 11 വരെ അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യാത്ര ചെയ്യുന്ന ഒരു യാത്രാ വിവരണം പോലെ നമുക്കിത് കാണാനാവും. അബ്രാഹാം തന്നെ തൻ്റെ നാടിനെയും വീടിനെയും വിട്ട് പുറപ്പെടുന്ന ഒരു ചരിത്രം നമുക്കിവിടെ കാണാനാവും. അബ്രാഹത്തിൻ്റെ വിളിയോടെ ആരംഭിക്കുന്ന ഈ ചരിത്രം ഒരു തുടർച്ചയായ യാത്രയെ അവതരിപ്പിച്ചിരിക്കുന്നത്, ഒരു യാത്രാ വിവരണം പോലെ അവതരിപ്പിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ്റെ വ്യത്യസ്തമായ ഒരു രചനാ പാടവം തന്നെയാണ്. തൻ്റെ നാടായ ഊരിൽ നിന്നും ആരംഭിച്ച യാത്ര നിരന്തരമായി തുടരുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥകർത്താവ് ഇപ്രകാരം യാത്ര ചെയ്യുന്ന പൂർവ്വപിതാക്കന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ, ദൈവത്തോടൊത്ത് ചരിക്കുവാൻ, ദൈവത്തോടൊത്ത് സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ തിരുഹിതമനുസരിച്ച് നടക്കുവാൻ വിമുഖത കാണിച്ച ആദ്യ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിൻ്റെ പദ്ധതികളനുസരിച്ച് യാത്ര ചെയ്യുന്ന അബ്രാഹത്തോട് ആരംഭിക്കുന്ന യാത്ര ഒരു വിശ്വാസത്തിൻ്റെ യാത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം യാത്ര ചെയ്യുന്ന അബ്രാഹമിനെയും തുടർന്ന് അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്കിനെയും യാക്കോബിനെയും യാക്കോബിൻ്റെ 12 കുലങ്ങളെയും ജോസഫിനെയും അവതരിപ്പിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക. അപ്രകാരം യാത്ര ചെയ്യുന്ന പൂർവ്വപിതാക്കന്മാരിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ വരച്ചു കാട്ടുന്നത് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൂർവ്വപിതാക്കന്മാരെയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആദിമാതാപിതാക്കൾ മുതൽ അവരുടെ പിൻതലമുറക്കാരും ലോകജനതയുടെ ഒരു ഭൂരിഭാഗവും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ചിത്രം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുമ്പോൾ, അബ്രാഹത്തിലൂടെ നാം കാണുന്നത് അബ്രാഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും ജോസഫിലൂടെയും കാണുന്നത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന പൂർവ്വപിതാക്കന്മാരെയാണ്, അവരുടെ വിശ്വാസയാത്രയാണ്. ഈ ദൈവിക രഹസ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനാവും, ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ അഥവാ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ അനുഭവം ഉൾക്കൊള്ളുന്നതാണ് ഉൽപ്പത്തി പുസ്തകം മുഴുവനുമെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. മനുഷ്യൻ്റെ ഉത്ഭവവും അതിൻ്റെ ഉദ്ദേശവും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണെന്ന് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നമുക്ക് കാണിച്ചു തരുമ്പോൾ, ഓരോ വിശ്വാസിയും സഞ്ചരിക്കേണ്ട ദൈവഹിതത്തിൻ്റെ വഴികളെയാണ് അബ്രാഹത്തിലൂടെയും ഇസഹാക്കിലൂടെയും യാക്കോബിലൂടെയും ഒക്കെ നാം കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ ഈജിപ്തിൽ ഗോഷേൻ സമതലത്തിൽ ജോസഫിൻ്റെ ബന്ധുക്കളും പിൻഗാമികളുമായി എത്തി നിൽക്കുന്ന ചരിത്രത്തോടു കൂടിയാണ് അവസാനിക്കുക. ഇസ്രായേൽ ജനം കാനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് ഭക്ഷണത്തിനായി കടന്നു ചെല്ലുകയും ഈജിപ്തിലെ ഭരണാധികാരിയായ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഒരു ജനതയായി വളരുകയും ചെയ്യുന്ന ചിത്രം നാം അവിടെ കാണുന്നു. തുടർന്ന് ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ വളർച്ചയ്ക്ക് ശേഷം
മറ്റൊരു കാലഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ചരിത്രമാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് തരിക. ജോസഫിൻ്റെ ഭരണത്തിന് കീഴിൽ ഈജിപ്തിൻ്റെ സമൃദ്ധിയിൽ ഇസ്രായേൽ ജനം ജോസഫിൻ്റെ സഹോദരങ്ങളുടെ ഗോത്രങ്ങളായി, യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളായി വളർന്നു വരികയും ഈജിപ്തിലെ തന്നെ ശക്തിയുള്ള ഒരു ജനതയായി വളർന്നു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ ഗ്രന്ഥരചയിതാവ് നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുഴുവൻ മനുഷ്യ സൃഷ്ടിയെപ്പറ്റിയും മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ബന്ധത്തെപ്പറ്റിയും മനുഷ്യനെ ദൈവം പരിപാലകനായി, സൃഷ്ടാവായി, സംരക്ഷകനായി കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റിയും വെളിപ്പെടുത്തി തരുമ്പോൾ വെളിപ്പെടുത്തലിന് മറ്റൊരു മുഖമാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുക. സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, വഴി നടത്തുന്ന, കൂടെ നടക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിവാകുമ്പോൾ സഹനങ്ങളിലും ഇസ്രായേലിൻ്റെ വേദനകളിലും അടിമത്തത്തിലും ഒക്കെ കൂടെ ഇറങ്ങി വരുന്ന, കണ്ണുനീര് കാണുന്ന, വിമോചനം നൽകുന്ന ഒരു ദൈവത്തെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് കാണിച്ചു തരിക. മോശ തന്നെയാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലും പ്രധാന കഥാപാത്രവും പ്രധാന നേതാവുമായി കാണപ്പെടുക. പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് വരച്ചു കാണിച്ചു നിൽക്കുന്ന ദൈവശാസ്ത്ര തത്വം എന്താണ്? അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ഒരു ജനത മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ ജനമായി എങ്ങനെ മാറുന്നു എന്നതാണ്. ജോസഫിനെയും ജോസഫിൻ്റെ നന്മകളെയും അറിയാത്ത ഒരു ഭരണാധികാരി ഈജിപ്തിൽ ഭരണത്തിൽ വരികയും ഇസ്രായേലിനെ, യഹൂദ ജനതയെ ഞെരുക്കുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരികളെ പറ്റിയാണ് നമ്മോട് പറയുക. അതിൻ്റെ ചരിത്ര പശ്ചാത്തലവുമൊക്കെ ഏറെ പ്രസക്തമാണെങ്കിലും ഇവിടെ നമ്മുടെ മുമ്പിൽ നൽകപ്പെടുന്ന ദൈവശാസ്ത്രം ദൈവം എങ്ങനെയാണ് കണ്ണുനീരൊഴുക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വരിക, അവനെ രക്ഷിക്കുക എന്നുള്ള ചിത്രമാണ്. ഇസ്രായേലിന് ഒരടിത്തറയും ഒരു അസ്തിത്വവും ഒരു ആധ്യാത്മികതയും ഒരു വ്യക്തിത്വവും നൽകുന്ന ഒരു ചിത്രമാണ് പുറപ്പാട് നമുക്ക് കാണിച്ചു തരിക. വ്യക്തിത്വവും അസ്തിത്വവും നഷ്ടപ്പെട്ട് അടിമവേലയ്ക്ക് വിധേയരാകപ്പെടുന്ന ഇസ്രായേലിനെ മോശ എന്ന ദൈവത്താൽ ഐക്യപ്പെട്ട വ്യക്തിയിലൂടെ ദൈവം വീണ്ടെടുക്കുന്നതിൻ്റെ ചരിത്രവും അവരെ ഒരു അന്തസ്സുള്ള, വ്യക്തിത്വമുള്ള ജനതയായി വളർത്തിയെടുക്കുന്നതിൻ്റെ ചിത്രമാണ് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് തരുമ്പോൾ പുറപ്പാട് പുസ്തകത്തെ 2ആയി വിഭജിച്ച് ആണ് നമുക്ക് പഠിക്കാനാവുക. ഉൽപ്പത്തി പുസ്തകം പോലെ തന്നെ 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ 1-ാം ഭാഗവും 16 മുതൽ 40 വരെയുള്ള അധ്യായങ്ങൾ 2-ാം ഭാഗവുമായി നമുക്ക് തിരിക്കാം. ഈ 1-ാം ഭാഗത്ത് പ്രധാനമായി പറയുന്നത് അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചനമാണ്. ഈജിപ്തിലെ ഫറവോമാരുടെ ക്രൂരമായ അടിമത്തത്തിൽ, കഠിനമായ ജോലിയിൽ അടിമകളായി മാറിയിരുന്ന ഇസ്രായേൽ ജനം എങ്ങനെയാണ് വിമോചിക്കപ്പെടുന്നത് എന്നതിൻ്റെ ചിത്രമാണ് 1-ാം ഭാഗത്ത് നൽകപ്പെടുന്നത്. അവിടെ പ്രധാനമായി പറയുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമതായി അടിമത്തം. 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും പ്രധാനമായി പറയുന്നത് ഇസ്രായേൽ അനുഭവിച്ചിരുന്ന അടിമത്തത്തിൻ്റെ വിവരണങ്ങളാണ്. 2ാമത് മോശ എന്ന നേതാവിനെ ഉയർത്തുന്ന ദൈവം, മോശയിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്കും അവരുടെ അനുഭവങ്ങളിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദൈവം. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം സമീപസ്ഥനാണെന്നും ഇസ്രായേലിൻ്റെ മോചകനാണെന്നും ഒക്കെ വെളിവാക്കുന്ന ദൈവത്തിൻ്റെ അനുഭവമാണ് 3-ാം ഭാഗത്ത് നാം കാണുക. 4ാമതായി ഇസ്രായേലിൻ്റെ പെസഹായെ പറ്റിയുള്ള വിവരണങ്ങളാണ്. 5ാമതായി അടിമത്തത്തോട്, ഈജിപ്തിലെ അടിമത്തത്തോട് വിട പറയുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ്. ഒരു സ്തോത്രഗീതത്തോടുകൂടി ഈ 1-ാം ഭാഗം അവസാനിക്കുന്നു. 2-ാം ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ എങ്ങനെയാണ് വിമോചിക്കപ്പെട്ട ജനം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ദൈവാരാധനയുടെ ഒരു ജനമായി ക്രമേണ ദൈവം രൂപപ്പെടുത്തുന്നത് എന്ന വിവരണങ്ങളാണ് നമുക്ക് നൽകുക. അടിമത്തത്തിൽ സ്വന്തം വ്യക്തിത്വവും സ്വന്തം ആരാധനയും ദൈവാനുഭവവും ദൈവത്തോടുള്ള ബന്ധവും ഒക്കെ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ ജനമായി വളർത്തിയെടുക്കുന്നതിൻ്റെ ക്രമാനുഗതമായ വിവരണമാണ് നമുക്കിവിടെ കാണുക. ഇത് നാം മുമ്പ് പറഞ്ഞതുപോലെ ഒരു ദൃക്സാക്ഷി വിവരണമോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഒന്നിനു പുറകെ ഒന്നായുള്ള നേർക്കാഴ്ചയോ എന്നതിനപ്പുറം എങ്ങനെയാണ് ദൈവം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട് ഒരു ജനതയെ, ആഭിജാത്യമുള്ള, അന്തസ്സുള്ള ഒരു ജനതയായി
വളർത്തിയെടുത്തത് എന്നാണ് നാം ഇവിടെ കാണുക. ഈ രണ്ടാം ഭാഗത്തിൽ 16 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ മരുഭൂമിയിലൂടെ യാത്ര, ഉടമ്പടിയും നിയമങ്ങളും നൽകപ്പെടുന്നത്, കൂടാരത്തെയും കൂടാര നിർമ്മാണത്തിൻ്റെ സാമഗ്രികളെയും പറ്റിയുള്ള നിയമങ്ങൾ, വിശ്വാസത്യാഗവും ഉടമ്പടി നവീകരണവും, കൂടാര നിർമ്മാണവും പ്രതിഷ്ഠയും, വൈവിധ്യമാർന്ന സാഹിത്യരൂപങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും ഒക്കെ അതിൻ്റെയൊക്കെ ചുവയുള്ള ചില പ്രതിപാദന രീതികളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഈ പുസ്തകത്തിൽ വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങൾ നമുക്ക് കാണാനാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മർദ്ദിതരുടെ നിലവിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ കരുണാർദ്രമായ മുഖമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനാവുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോശയുടെ ജനനവും വിളിയും തിരഞ്ഞെടുപ്പും. ദൈവം തൻ്റെ ജനത്തിൻ്റെ വേദനകളിൽ, നൊമ്പരങ്ങളിൽ, പ്രശ്നങ്ങളിൽ, നിസ്സഹായാവസ്ഥയിൽ ഇറങ്ങി വരുന്നത് ദൈവിക മനുഷ്യരെ ഉയർത്തിക്കൊണ്ടാണ് എന്നുള്ള ഒരു വ്യത്യസ്തമായ മുഖം ഇവിടെ നമുക്ക് കാണാനാവും. മോശ 40 വർഷം ഫറവോയുടെ കൊട്ടാരത്തിൽ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും, അതിൻ്റെ എല്ലാ സംരക്ഷണവും, അതിൻ്റെ എല്ലാ മഹത്വവും പേറി പക്വതയാർന്ന ഒരു വ്യക്തിയായപ്പോഴാണ് മോശ ഇസ്രായേലിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ മോശ പരാജിതരായ മോശ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനാകുന്നതിന് വേണ്ടി ആടുമേയിച്ചുകൊണ്ടിരുന്ന, ആടുമേയ്ക്കൽ കുലത്തൊഴിലായിരുന്ന ഇസ്രായേൽക്കാരെ പോലെ ആവുന്നതിന് വേണ്ടി അവൻ മിദ്യാനിലേക്ക് ഓടിപ്പോവുകയും നീണ്ട 40 വർഷങ്ങൾ മരുഭൂമിയുടെ കൊടും ചൂടിൽ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ രൂപപ്പെടുന്ന ചിത്രങ്ങൾ നമുക്കിവിടെ കാണാനാവും. തുടർന്ന് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുകയും മോശയുടെ ദൗത്യം എന്തെന്ന് മോശയെ ഉണർത്തുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ വിമോചകനായി, ഇസ്രായേലിൻ്റെ നേതാവായി, ഇസ്രായേലിൻ്റെ സംരക്ഷകനായി കാണപ്പെടുന്നത് പിന്നീട് നമുക്ക് കാണാനാവും. ഈ മോശയിലൂടെയും ദൈവം തിരഞ്ഞെടുത്ത അഹ്റോനിലൂടെയും ഒക്കെ ഇസ്രായേൽ ജനത്തെ ഉടമ്പടിയുടെ നവീകരണത്തിലേക്കും അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലേക്കുള്ള ഉടമ്പടിയുടെ പാലനത്തിലേക്കുമൊക്കെ വീണ്ടും ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനാവും. ഇസ്രായേലിൻ്റെ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടയാളമായിരുന്നു പെസഹ ആഘോഷം. ഇസ്രായേലിൻ്റെ വിമോചനത്തിൻ്റെ അടയാളമായിരുന്നു പെസഹ ആഘോഷം. ഈ പെസഹ ആചരണത്തിലൂടെ, ഉടമ്പടി ബന്ധത്തിലൂടെ ഇസ്രായേലിൻ്റെ ദൈവവുമായി അടിമത്തത്തിലായിരുന്ന ഒരു ജനം വീണ്ടും നവീകരണത്തിലേക്കും അസ്തിത്വത്തിലേക്കും ക്രമേണ നീങ്ങുന്നത് നമുക്ക് കാണാനാവും. അപ്രകാരം മോശയിലൂടെ, ഉടമ്പടിയിലൂടെ, നിയമങ്ങളിലൂടെ അവരെ നടക്കുവാൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനാവും. 40 വർഷം നീണ്ടുനിന്ന മരുഭൂമി യാത്ര, അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, കേവലം ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ നടക്കേണ്ടിയിരുന്ന ഈജിപ്തിൽ നിന്നുള്ള കാനാൻ നാട് വരെയുള്ള വഴി 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ പുറകിലുള്ള ദൈവശാസ്ത്രം ഇസ്രായേലിനെ ഒരു ദൈവജനമായി വളർത്തിക്കൊണ്ടുവരുന്നതിന്, ഇസ്രായേലിനെ ദൈവാരാധനയുള്ള ഒരു ജനമായി വളർത്തിക്കൊണ്ടുവരുന്നതിന് 40 വർഷത്തെ പരിശീലനം അവർക്ക് ആവശ്യമായിരുന്നു. ഇസ്രായേലിൻ്റെ ശൈശവകാലമായിരുന്നു മരുഭൂമിയിലെ അവരുടെ യാത്ര. വിശ്വാസത്തിലൂടെ പിച്ചവയ്ക്കുവാൻ, ദൈവം നൽകിയ കൽപ്പനകളിലൂടെ പിച്ചവയ്ക്കുവാൻ പഠിക്കുന്ന കാലമായിരുന്നു മരുഭൂമിയിലെ യാത്ര. അതിൻ്റെ ക്ലേശങ്ങളിലൂടെ, അതിൻ്റെ കഠിനതയിലൂടെ, അതിൻ്റെ ഡിസിപ്ലിനിലൂടെ നടക്കുവാൻ ഇസ്രായേൽ പലപ്പോഴും പരാജയപ്പെടുന്നത് നമുക്ക് കാണാനാവും. ഒരു ജനതയാകുന്നത്, അല്ലെങ്കിൽ ഒരു ജനത അസ്തിത്വമുള്ള, ആഭിജാത്യമുള്ള ഒരു ജനതയാകുന്നത് വ്യത്യസ്തമായ പല ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി അവർക്കുണ്ടാകേണ്ടിയിരുന്നത് ഒരു നേതാവായിരുന്നു. അപ്രകാരമുള്ള നേതാക്കന്മാരെ ഇസ്രായേലിന് നൽകപ്പെടുന്നതാണ് മോശയിലൂടെയും അഹ്റോനിലൂടെയും ഒക്കെ നാം കാണുക. രണ്ടാമതായി നിയമം. ഇസ്രായേലിന് ശരിയായ നിയമസംഹിത നൽകിക്കൊണ്ട് അവരുടെ തെറ്റായ വഴികളിൽ നിന്ന്, തിന്മ നിറഞ്ഞ ജീവിത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ നിയമമനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് നൽകപ്പെട്ടതായിരുന്നു, ദൈവബന്ധത്തിൽ ജീവിക്കുവാൻ അവർക്ക് നൽകപ്പെട്ടതായിരുന്നു 10 കൽപ്പനകൾ. അങ്ങനെ നിയമവും നേതാവുമുള്ള ഒരു ജനം ഒരേ ലക്ഷ്യത്തിലേക്ക് നടക്കണമായിരുന്നു. അവരുടെ ഏക ലക്ഷ്യം
വാഗ്ദാന ഭൂമിയായി ദൈവം കാണിച്ചു കൊടുത്തു. എന്നാൽ ഇസ്രായേലിൽ നിന്ന് പുറത്തു വന്ന ജനത്തിന് വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇപ്രകാരം പറയുന്നതാണ് കൂടുതൽ ശരി. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനേക്കാൾ ക്ലേശകരമായിരുന്നു ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് ഈജിപ്തിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ആരാധന രീതികളും ഈജിപ്തിൻ്റെ സാംസ്കാരിക രീതികളുമൊക്കെ അവരുടെ ഉള്ളിൽ നീണ്ട വർഷങ്ങളുടെ അടിമത്വം കൊണ്ടും അവിടുത്തെ ജീവിത രീതി കൊണ്ടും രൂഢമൂലമായിരുന്നു. അപ്പോൾ മരുഭൂമിയിലെ ക്ലേശപൂർണമായ യാത്രയിലൂടെ ഇസ്രായേലിൻ്റെ മ്ലേച്ഛമായ ആരാധനാ രീതികളും ഇസ്രായേലിൻ്റെ തിന്മ നിറഞ്ഞ ജീവിത രീതികളുമൊക്കെ അവരിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയായിരുന്നു നിയമം നൽകിക്കൊണ്ട് അവരെ ദൈവകൽപ്പനകളിലൂടെ സഞ്ചരിക്കുവാൻ പഠിപ്പിച്ചത്. പലപ്പോഴും ഇസ്രായേൽ പരാജയപ്പെടുന്നത് നമുക്ക് കാണാം. ഉദാഹരണമായി സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുകയും തിന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ നടക്കുകയും ചെയ്ത ഇസ്രായേലിനെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പലയിടത്തും നാം കണ്ടുമുട്ടുന്നുണ്ട്. നിയമത്തിനെതിരായും നേതാക്കന്മാർക്കെതിരായും പൗരോഹിത്യത്തിനെതിരായും ഒക്കെ മുറുപിറുക്കുകയും പിറുപിറുക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്ന ഒരു ജനം. അവരെയൊക്കെ ദൈവത്തിൻ്റെ നീതികയിലേക്ക് ഒറ്റ ലക്ഷ്യത്തിലേക്ക് വാഗ്ദാന ഭൂമിയിലേക്ക് നടക്കുവാൻ പഠിപ്പിക്കുന്ന കാലമായിരുന്നു മരുഭൂമിയിലെ അവരുടെ യാത്രയുടെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാം. 40 വർഷം എന്ന് പറയുന്നത് ഒരു തലമുറയുടെ കാലഘട്ടമാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജോഷുവായും കാലേബും ഒഴികെ മറ്റാരും വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ അനുഗ്രഹം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, അവരുടെ അടുത്ത തലമുറയ്ക്കാണ് അതിന് ഭാഗ്യമുണ്ടായത് എന്ന് പറയുമ്പോൾ, അവരുടെ തലമുറയിലുണ്ടായിരുന്ന എല്ലാ തിന്മകളും അവരോടൊപ്പം നശിക്കുകയും ഒരു പുതിയ തലമുറ, ഒരു പുതിയ പുറപ്പാടിലൂടെ ഇസ്രായേൽ ജനം അവരുടെ ലക്ഷ്യമായ വാഗ്ദാന ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന ചിത്രം നമുക്ക് കാണാനാവും. അങ്ങനെ ഇസ്രായേലിൻ്റെ വിമോചനത്തിലൂടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിരുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമായിരുന്നു. ദൈവമെന്ന നേതാവിൻ്റെ, ദൈവമെന്ന ഏക നേതാവിൻ്റെ, ഏക ദൈവത്തിൻ്റെ കുടക്കീഴിൽ ദൈവം നിയോഗിച്ച അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച്, മാർഗനിർദ്ദേശമനുസരിച്ച് ചരിക്കുവാൻ ഇസ്രായേൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു നേതാവ്, ഒരു നിയമം, ഒരു ലക്ഷ്യം, ഒരേ ആരാധന, ഒരു ദൈവം, അപ്രകാരം ഇസ്രായേലിൻ്റെ അസ്തിത്വം ഉറപ്പിക്കുന്ന കാലഘട്ടമായിരുന്നു മരുഭൂമിയിലെ യാത്ര പുറപ്പാടിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. നീണ്ടുനിന്ന 40 വർഷത്തെ പരിശീലനത്തിലൂടെ ഇസ്രായേലിൻ്റെ രാജ്യത്തിന് ഒരടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു ഫിനോമിനയാണ് വിശ്വാസത്യാഗം. മുന്നിൽ നടക്കുന്ന നേതാക്കന്മാരെ നിരാകരിച്ച് അനുസരിക്കാതെ, ദൈവം നൽകുന്നതിൽ സംതൃപ്തമാകാതെ പിറുപിറുക്കുന്ന, പാപം ചെയ്യുന്ന, ശിക്ഷ വാങ്ങുന്ന, തുടർന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, അനുരഞ്ജനം നേടുന്ന, തുടർന്ന് യാത്ര മുന്നോട്ട് നീങ്ങുന്ന ഒരു ചിത്രമാണ് തുടർച്ചയായി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുക. ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവമനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി, ലോക ജനതയിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേൽ എന്ന ഒരു സമൂഹത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുന്ന ഒരു ജനതയെ രൂപപ്പെടുത്തുകയായിരുന്നു പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നാം കാണുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിന് ശേഷം നാം കാണുന്നത് ലേവ്യരുടെ പുസ്തകമാണ്. ലേവ്യരുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചഗ്രന്ഥിയിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ലേവ്യരുടെ പുസ്തകം കാണപ്പെടുക. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ ഈ സ്ഥാനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ദൈവശാസ്ത്ര തത്വങ്ങളുണ്ട്. ലേവ്യർ പുസ്തകത്തിൻ്റെ പേര്, ഹീബ്രുവിലുള്ള പേര് അവൻ വിളിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രത്യേകമായി ദൈവത്താൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെന്നും അവരിലൂടെ നിർവഹിക്കപ്പെടേണ്ട ദൗത്യത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. പുരോഹിതർ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും ആചാരങ്ങളും അവതരിപ്പിക്കുന്നതോടൊപ്പം ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടത് എന്തിനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ് ലേവ്യരുടെ പുസ്തകം. യഹൂദരെ സംബന്ധിച്ച് നിത്യജീവൻ്റെ അടയാളവും നിത്യജീവനുള്ള മാർഗവും നിയമമായിരുന്നു. നിയമപാലനത്തിലൂടെ ദൈവത്തിൻ്റെ നിത്യജീവനിൽ പങ്കുചേരാമെന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നാം കാണുക, യഹൂദനായ യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്കുക. കൽപ്പനയുടെ പാലനമാണ് നിത്യജീവൻ്റെ മാർഗമെന്ന് യഹൂദർ വിശ്വസിക്കുകയും
അതനുഷ്ഠിക്കുകയും ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമപാലനത്തിൻ്റെ, ഉടമ്പടി പാലനത്തിൻ്റെ അടയാളം ദൈവാരാധനയും ദേവാലയവുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനുമുള്ള പരമപ്രധാനമായ മാർഗം ദൈവാരാധനയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവാരാധനയ്ക്ക് പുരോഹിതരും പൗരോഹിത്യവൃത്തിയുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നതും അവിഭാജ്യ ഘടകമായിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ലേവ്യർ പുസ്തകത്തിൽ ദൈവാരാധനയെപ്പറ്റിയും പൗരോഹിത്യവൃത്തിയെപ്പറ്റിയുമുള്ള അന്യൂനമായ നിയമങ്ങളും ചട്ടങ്ങളും ക്രമങ്ങളുമൊക്കെ നൽകിയിരിക്കുന്നത്. ലേവ്യർ പുസ്തകത്തെ തന്നെ വിഭജിക്കുന്നത് 2 ഭാഗമായിട്ടാണ്. അപ്പോൾ ഇസ്രായേലിനെ ലേവ്യർ പുസ്തകത്തിലൂടെ വിളിക്കപ്പെടുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ്. ലേവ്യർ പുസ്തകത്തിൻ്റെ താളുകളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്യമുണ്ട്. അതിപ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പരിശുദ്ധരായിരിക്കുവാനുള്ള ഒരു വിളിയാണ് ലേവ്യർ പുസ്തകത്തിലൂടെ നൽകപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധരായിരിക്കുവാൻ പരിശുദ്ധനായവനെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ കടമകളും അതിൻ്റെ നിർവഹണവും വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് ലേവ്യരുടെ പുസ്തകം. ലേവ്യരുടെ പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ അതിനെ 2ആയി വിഭജിച്ച് തന്നെ നമുക്ക് കാണാനാവും. 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ 1-ാം ഭാഗവും 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ 2-ാം ഭാഗവുമായി നാം കാണുമ്പോൾ 1-ാം ഭാഗത്ത് ദൈവ മനുഷ്യ ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് പ്രതിപാദിക്കുകയാണ്. എന്നാൽ 2-ാം ഭാഗത്താകട്ടെ വിശുദ്ധിയുടെ നിയമങ്ങളാണ്, അഥവാ മനുഷ്യനും തമ്മിൽ പാലിക്കേണ്ട വിശുദ്ധിയുടെ നിയമങ്ങൾ. ഈ 1-ാം ഭാഗത്ത് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാൻ എപ്രകാരം മനുഷ്യൻ ക്രമങ്ങൾ പാലിക്കണമെന്നതിന് 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അത് പ്രതിപാദിക്കുന്നത് പ്രകാരമാണ്. പ്രധാനമായും ബലിയർപ്പണത്തെപ്പറ്റിയും പൗരോഹിത്യത്തെപ്പറ്റിയും ശുദ്ധിയെയും പാപപരിഹാരത്തെപ്പറ്റിയും പാപപരിഹാര ദിനത്തെപ്പറ്റിയും വിശുദ്ധിയുടെ നിയമങ്ങളെപ്പറ്റിയുമാണ് 1-ാം ഭാഗത്ത് പ്രതിപാദിക്കുക. ഇവിടെ 1-ാം ഭാഗത്ത് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ വ്യത്യസ്തമായ ബലികളെപ്പറ്റി പ്രതിപാദിക്കുന്നു, അതിൻ്റെ ക്രമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു. 5 തരം ബലികളെപ്പറ്റിയാണ് ലേവ്യർ പുസ്തകം പറയുക. ഒന്നാമതായി ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി. ഒരു മനുഷ്യൻ ദൈവസ്നേഹം നിലനിർത്തുവാൻ, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാൻ, ഉടമ്പടി നിലനിർത്തുവാൻ, ഉടമ്പടി ജീവിതം നിലനിർത്തുവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബലിയർപ്പണമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആവിഷ്കാരമാണ് ആരാധന. അതുകൊണ്ട് തന്നെയാണ് ലേവ്യർ പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്ത് ഈ ബലികളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാൻ ബലി എപ്രകാരം പ്രയോജനപ്പെടുന്നു അല്ലെങ്കിൽ ആവശ്യമാണ് എന്നും, ഏതെങ്കിലും കാരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ എങ്ങനെയാണ് ബലിയർപ്പണത്തിലൂടെ, പാപപരിഹാരത്തിലൂടെ, പ്രായശ്ചിത്ത ബലിയിലൂടെ, സമാധാന ബലിയിലൂടെയൊക്കെ അത് റിപ്പയർ ചെയ്യുക, പുനഃസ്ഥാപിക്കുക എന്ന് ഇവിടെ പറയപ്പെടുകയാണ്. ബലിയർപ്പിക്കേണ്ട വിധം, ബലിയർപ്പിക്കേണ്ട വസ്തുക്കൾ, ബലിയർപ്പിക്കേണ്ട സമയം, ഇവയെപ്പറ്റിയുമുള്ള പ്രതിപാദ്യങ്ങളും നമുക്കിവിടെ കാണാനാവും. അവിടെ വാർഷിക ബലികളും അനുദിന ബലികളും സ്വാഭീഷ്ട ബലികളുമൊക്കെ അർപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും പരിപാലിക്കുവാനും ബന്ധം നഷ്ടപ്പെട്ടാൽ എങ്ങനെ അതിനെ റിപ്പയർ ചെയ്യാമെന്നും ഈ 1-ാമത്തെ ഭാഗത്ത് പറയുമ്പോൾ, 2-ാമത്തെ ഭാഗം വളരെ കൃത്യമായി നമ്മോട് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യരും ഈ പ്രപഞ്ചവും മനുഷ്യനും ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം കൃത്യമായി സൂക്ഷിക്കേണ്ടത്. ബന്ധത്തിൻ്റെ പാലനമാണ് വിശുദ്ധി. അത് ദൈവത്തോടായാലും മനുഷ്യരോടായാലും. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധത്തിലായിരിക്കുക, മനുഷ്യരോടും സഹജീവികളോടും യഥാർത്ഥ ബന്ധത്തിൽ ആയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ബലിയെപ്പറ്റി പറയുമ്പോൾ ഖൊറേബ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുക. ഈ വാക്കിൽ നിന്നാണ് കുർബാന എന്നുള്ള വാക്കുണ്ടാവുക. നമുക്ക് ഈ കുർബാന എന്നുള്ള വാക്ക് വളരെ പരിചിതമാണല്ലോ. അപ്രകാരം ദൈവത്തോടും മനുഷ്യരോടും വിശുദ്ധമായ ബന്ധത്തിലായിരിക്കുവാനാണ് ഇസ്രായേൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ അടയാളമായി വിശുദ്ധ ബലികളെപ്പറ്റി പരാമർശിക്കുന്ന ലേവ്യരുടെ ഗ്രന്ഥം പല്ലവിയായി പറയുന്ന ഒരു വാക്കിതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം പേറുവാനും
അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടത് എന്നതിൻ്റെ സാരാംശമാണ് ലേവ്യർ പുസ്തകത്തിൽ നിന്നും നമുക്ക് നൽകപ്പെടുന്ന ദൈവശാസ്ത്ര ചിന്തകൾ. ദൈവിക നിയമത്തോടൊപ്പം തന്നെ ധാർമ്മിക നിയമങ്ങളും വിശുദ്ധിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് നമുക്ക് വ്യക്തമായി പുതിയ നിയമത്തിൽ കാണാനാവും. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക, നിന്റെ സഹോദരനെ നിന്നെ പോലെയും. ഈ രണ്ട് നിയമങ്ങൾ തന്നെയാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പ്രധാനമായും കാണപ്പെടുന്നത്. എപ്രകാരം ബന്ധം നിലനിർത്തണം, എപ്രകാരം അറ്റുപോയ ബന്ധങ്ങളെ പരിഹരിക്കണം, ദൈവബന്ധത്തിലേക്കും മനുഷ്യബന്ധത്തിലേക്കുമുള്ള ഒരു മാർഗദർശനമാണ് ലേവ്യരുടെ പുസ്തകം നമുക്ക് നൽകുന്നത്. ലേവ്യരുടെ പുസ്തകത്തിന് ശേഷം സംഖ്യയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൻ്റെ മറ്റൊരനുഭവവും മറ്റൊരു ചരിത്രവുമാണ് നാം വായിച്ചെടുക്കുന്നത്. സംഖ്യ എന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ മരുഭൂമിയിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ചില പുതിയ ഭാവങ്ങൾ നമുക്കിവിടെ കാണാനാവും. മുൻപ് നാം പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ യാത്ര മരുഭൂമിയിലൂടെ തുടരുമ്പോൾ പ്രധാനമായും ഇസ്രായേലിൻ്റെ യാത്ര ആരംഭിക്കുന്നത് അബ്രാഹത്തോടൊപ്പം ഊരിൽ നിന്നാണ്. ഊർ എന്ന സ്ഥലത്തു നിന്നും ഹാരാനിലേക്ക് യാത്ര ചെയ്യുന്ന അബ്രഹാം, ഹാരാനിൽ നിന്നും കാനാനിലെത്തുന്ന അബ്രഹാം, അതിനുശേഷം അബ്രാഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഇസ്ഹാക്കും യാക്കോബും, യാക്കോബിൻ്റെ 12 മക്കളും ഈജിപ്തിലെത്തി നിൽക്കുന്ന ഒരു യാത്ര. ഇസ്രായേൽ ജനം അടിമത്തത്തിൻ്റെ കീഴിലായിരുന്ന ജനം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സീനായി മലയിലെത്തുന്ന ചരിത്രമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെങ്കിൽ, സംഖ്യയിലേക്ക് നാം കടക്കുമ്പോൾ സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ജനം വിശുദ്ധരാകാൻ വിളിക്കപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ദൈവവിളി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സംഖ്യയുടെ പുസ്തകം സീനായി മല മുതൽ മൊവാബ് സമതലം വരെ എത്തി നിൽക്കുന്ന ഇസ്രായേലിൻ്റെ തുടർന്നുള്ള യാത്രയുടെ ചരിത്രമാണ്. സംഖ്യാപുസ്തകത്തിൽ പ്രധാനമായി കാണുന്ന സ്ഥലങ്ങൾ സീനായി മലയും ഖാദേശ് മരുഭൂമിയും മൊവാബ് സമതലവുമാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം സംഖ്യയിൽ നാം കാണുമ്പോൾ സംഖ്യാപുസ്തകത്തിൻ്റെ ഹീബ്രു തലക്കെട്ട് അരിത്തമോയി അഥവാ എണ്ണം എന്നാണ്. ആ വാക്കിൽ നിന്നാണ് സംഖ്യ എന്ന തലക്കെട്ട് അതിന് ലഭിക്കുക. അതിൻ്റെ കാരണം സംഖ്യാപുസ്തകത്തിൻ്റെ ആരംഭത്തിലും അതിൻ്റെ അവസാനത്തിലും കണക്കെടുപ്പ് അല്ലെങ്കിൽ ജനങ്ങളുടെ കണക്കെടുക്കുന്ന ചരിത്രം നമുക്കിവിടെ കാണാനാവും. 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളും 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളും ഇസ്രായേലിൻ്റെ കണക്കെടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഗോത്രമനുസരിച്ചും കുലമനുസരിച്ചും കുടുംബമനുസരിച്ചുമുള്ള കണക്കെടുപ്പ്. മോശയുടെ നേതൃത്വത്തിൽ സീനായിൽ നിന്ന് പുറപ്പെട്ട ജനം മൊവാബ് സമതലത്തിലെത്തി തുടർന്ന് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും അതിൻ്റെ തുടക്കത്തിലും കണക്കെടുക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രന്ഥത്തിന് സംഖ്യ എന്നുള്ള പേര് നൽകപ്പെടുന്നത്. ഈ സംഖ്യാപുസ്തകത്തെ 3ആയി വിഭജിക്കാനാവും. 1-ാമത്തേത് യാത്രയ്ക്കുള്ള ഒരുക്കം, 2 യാത്ര, 3-ാമത് വാഗ്ദാന ഭൂമിയുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ചിത്രം. യാത്രയുടെ ഒരുക്കം സംഖ്യാപുസ്തകത്തിൽ വിവരിക്കുന്നത് ഒരു പടനീക്കത്തിൻ്റെ ഒരുക്കം പോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ ശേഷി, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള വീര്യമുള്ള അതിലെ യുവതലമുറയെ ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ കണക്കെടുക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള വ്യക്തികളുടെ കണക്കാണ് പ്രധാനമായും എടുക്കുക. അപ്പോൾ ഇസ്രായേലിൽ യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള യൗവനയുക്തരായ ആളുകളുടെ കണക്കെടുത്തുകൊണ്ട് ഒരു പടനീക്കത്തിൽ എന്നതുപോലെ മുന്നോട്ട് നീങ്ങുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം വിവരിക്കുമ്പോൾ ഇസ്രായേൽ മരുഭൂമിയിലും അതിനുശേഷവും എതിരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും ക്ഷാമവും യുദ്ധവുമൊക്കെ ഇവിടെ നമുക്ക് കാണാനാവും. 12 ഗോത്രങ്ങളിൽ ലേവ്യർ ഗോത്രത്തെ തന്നെ കണക്കെടുക്കുകയും തുടർന്ന് വരുന്ന 11 ഗോത്രങ്ങളെ തനിച്ച്
കണക്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു യുദ്ധസന്നാഹത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ജനത്തെ കാണാനാവും. ഒരു യുദ്ധം ചെയ്യാൻ സാധിക്കുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷ്ഠയുള്ള കൃത്യതയുള്ള ഒരു ജനത്തിനാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് യുദ്ധസമാനമായ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഡിസിപ്ലിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. ഈജിപ്തിൻ്റെ മണ്ണിൽ അവരുടെ എല്ലാ നിയമസംഹിതകളും ഡിസിപ്ലിനും നഷ്ടപ്പെട്ട അടിമകളായിരുന്ന ഒരു ജനത്തെ ഡിസിപ്ലിൻ ചെയ്യുവാൻ ഇപ്രകാരമുള്ള യുദ്ധസമാനമായ ഒരുക്കങ്ങൾ വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവിടെ പ്രതിപാദപ്പെടുന്ന കാര്യങ്ങൾ നമുക്കറിയാം. യുദ്ധം അതിൻ്റെ അംഗബലത്തേക്കാൾ കൂടുതൽ അവരുടെ നിഷ്ഠയും ക്രമവും അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ലേവി ഗോത്രത്തെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നടുക്ക് സഞ്ചരിക്കുവാൻ ക്രമപ്പെടുത്തുകയും തുടർന്ന് വരുന്ന 11 ഗോത്രങ്ങൾക്കും കൃത്യമായ സ്ഥാനവും സ്ഥലവും നിശ്ചയിച്ചുകൊണ്ട് വാഗ്ദാന പേടകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ആവശ്യപ്പെടുന്നതും. അപ്രകാരം ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുവാൻ അവർക്ക് വ്യക്തമായ പ്ലാനും വ്യക്തമായ നിഷ്ഠയും ജീവിതചര്യകളും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയിൽ പലപ്പോഴും അതിന് പ്രതിസന്ധി ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ നിഷ്ഠ പാലിക്കുവാനോ ഈ നിശ്ചയം പാലിക്കുവാനോ ഈ അധികാരികളുടെ നിർദ്ദേശം പാലിക്കുവാനോ ഇസ്രായേൽ പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഏകലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ, വാഗ്ദാന ഭൂമി എന്ന ഏകലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ ഇസ്രായേലിന് വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ നിയമവും ആവശ്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. വാഗ്ദാന ഭൂമി എന്ന അവരുടെ പ്രധാന വിഷയം ഇവിടെ നാം കാണുമ്പോൾ ചില സത്യങ്ങളെ നമുക്കിവിടെ മനസ്സിലാക്കാം. വാഗ്ദാന ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. അവിടെ പ്രവേശിച്ച് സ്ഥിരമായി ജീവിക്കാൻ ദൈവത്തോട് വിശ്വസ്തത കൂടിയേ തീരൂ. ഉടമ്പടി അനുസരിച്ച് ചരിക്കുകയും നീങ്ങുകയും ചെയ്യുന്നവർക്കാണ് ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലെത്തുവാനാവുക, അഥവാ വാഗ്ദാന ഭൂമിയിലെത്താനാവുക. ഈ യാത്ര ക്ലേശകരമാണെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. അഗ്നിത്തൂണായും മേഘസ്തംഭമായും അവരെ നയിച്ച ദൈവത്തിൻ്റെ സംരക്ഷണം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണമായി നമുക്കിവിടെ കാണാനാവും. അധാർമികമായി ജീവിക്കുന്നത് വാഗ്ദാന ഭൂമിയുടെ നഷ്ടത്തിന് കാരണമാകും എന്നുള്ള സൂചനയാണ് ഇസ്രായേലിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട തലമുറ മുഴുവനും നശിക്കുകയും പിന്നീട് അടുത്ത ഒരു ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അവിടെ പ്രവേശിക്കാൻ ആയത് അവരുടെ അധാർമികമായ ജീവിതത്തിൻ്റെ സൂചനകളായിരുന്നു. ജനത്തെ സ്നേഹിച്ചുകൊണ്ടും ജനത്തെ ശാസിച്ചുകൊണ്ടും അവരെ തിരുത്തിക്കൊണ്ടും അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാനാവും. വാഗ്ദാന ഭൂമിയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇസ്രായേലിന് പലപ്പോഴും അവരുടെ ലക്ഷ്യം ഭിന്നമാകുമ്പോൾ അതിനെ തിരുത്തിയെടുക്കുവാൻ മോശ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് കാണാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കാര്യങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവകൽപ്പനകളെ പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം കേന്ദ്രീകൃതമായി സഞ്ചരിക്കുന്നവനാണ് വാഗ്ദാനങ്ങളുടെ ദൈവിക ജീവനിലേക്ക് എത്തിച്ചേരാനാവുക എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ദൈവത്തോട് ബന്ധത്തിലായിരുന്നു കൊണ്ട് ദൈവിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ കലവറയും ദൈവിക രഹസ്യങ്ങളുടെ വാഗ്ദാനവും നമുക്ക് സ്വീകരിക്കാനാവുമെന്ന് ഈ പഴയ നിയമഗ്രന്ഥം നമ്മോട് ശാസിക്കുന്നു. വീണ്ടും നാം നിയമാവർത്തന പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ജോർദാൻ നദിയുടെ കിഴക്ക് കരയിൽ മൊവാബ് സമുദ്രം തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ നൽകുന്ന 3 പ്രഭാഷണങ്ങളായിട്ടാണ്, അന്ത്യപ്രഭാഷണങ്ങളായിട്ടാണ് നിയമാവർത്തന പുസ്തകം വിവരിക്കപ്പെടുന്നത്. അതിൻ്റെ പേര് തന്നെ നിയമാവർത്തനം എന്നുള്ളതാണ്. നിയമത്തിൻ്റെ പുനരാവർത്തനം എന്നതിനേക്കാൾ നിയമത്തിൻ്റെ ഒരു 2ാം പതിപ്പ് എന്നാണ് നാം മനസ്സിലാക്കുക. നമുക്കറിയാവുന്നതുപോലെ ഓരോ കുടുംബത്തിലും കുടുംബത്തലവന്മാർ പണ്ടുള്ള കാലങ്ങളിൽ തൻ്റെ മരണത്തോടടുക്കുമ്പോൾ തൻ്റെ മക്കളെയും തൻ്റെ തലമുറകളെയും എല്ലാം വിളിച്ചു ചേർത്ത് നിർത്തി പഴയ കാര്യങ്ങളുടെ നന്മകളെ അനുസ്മരിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും
അവർക്ക് ഭാവിയിലേക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു രീതി നാം കണ്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ മോശ തൻ്റെ ദൗത്യം കഴിഞ്ഞ് പിൻവാങ്ങുന്നതിന് മുൻപായി, തൻ്റെ പിൻഗാമിയെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുൻപായി ഇസ്രായേലിൻ്റെ അവരുടെ നിയമത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് ഇവിടെ നാം കാണുക. 3 പ്രഭാഷണങ്ങളായി നൽകപ്പെടുന്ന ഓരോ പ്രഭാഷണത്തിനും ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന നിയമങ്ങളെ നമുക്ക് കാണാനാവും. ഒരാമുഖത്തിന് ശേഷം 4-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന 1-ാം പ്രഭാഷണം, 29-ാം അധ്യായം 1-ാം വചനത്തിൽ ആരംഭിക്കുന്ന 2-ാം പ്രഭാഷണം, 33-ാം അധ്യായം 1-ാം വചനത്തിൽ ആരംഭിക്കുന്ന 3-ാം പ്രഭാഷണം, ഇപ്രകാരം അടുക്കടുക്കായി വച്ചിരിക്കുന്ന 3 അന്ത്യപ്രഭാഷണങ്ങളായിട്ടാണ് മോശയിലൂടെ നൽകപ്പെട്ട ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രത്യേകമായ ആ വിവരണം നമുക്ക് നൽകുക. വ്യത്യസ്ത ദൈർഘ്യമുള്ള 3 പ്രസംഗങ്ങളാണ്, 3 പ്രഭാഷണങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഘടന തന്നെ. ഇസ്രായേൽ ജനത്തിന് മൊത്തമായി നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്. നിയമപാലനത്തിൽ അവർ സ്വീകരിക്കേണ്ട മനോഭാവത്തെ വീണ്ടും അവതരിപ്പിക്കുകയാണ് മോശ ഈ പുസ്തകത്തിലൂടെ. അവിടെ നൽകപ്പെടുന്ന പ്രധാന ദൈവശാസ്ത്ര ആശയങ്ങൾ തിരഞ്ഞെടുപ്പ് എന്നുള്ള 1-ാമത്തെ കാര്യമാണ്. അടിമകളും ബലഹീനരും നിസ്സാരരുമായിരുന്ന ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തതും വഴി നടത്തിയതും ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിഫലനമായിരുന്നു ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവം കാട്ടിയ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു ഉടമ്പടി. ഉടമ്പടിയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തമായി കരുതുകയും സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്തു എന്നാണ് ഇതിലൂടെ അനുശാസിക്കുന്നത്. ഈ ഉടമ്പടിയിൽ നിലനിൽക്കേണ്ടതിൻ്റെ അത്യാവശ്യകതയാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. 3-ാമതായി വാഗ്ദാന ഭൂമി. തെരഞ്ഞെടുപ്പിൻ്റെയും ഉടമ്പടിയുടെയും കാണപ്പെടുന്ന രൂപമായിരുന്നു വാഗ്ദാന ഭൂമി അഥവാ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ സ്ഥിരോത്സാഹത്തോടുകൂടി വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ അനുശാസിക്കുന്നതാണ് ദൈവശാസ്ത്ര ചിന്തയാണ് നാം ഇവിടെ കാണുക. ദൈവത്തിൻ്റെ സ്നേഹം കരുണാർദ്രമാണ്. ഈ കരുണയാണ് തെരഞ്ഞെടുപ്പിന് ആധാരമെങ്കിലും ഇതോടൊപ്പം ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വീണ്ടും അനുശാസിക്കുകയാണ്. തങ്ങളെ തെരഞ്ഞെടുത്ത ദൈവത്തോട് കാണിക്കേണ്ട പ്രതിസ്നേഹം ഇവിടെ ഊന്നി പറയുകയാണ്. ദൈവത്തെ ഏകദൈവമായി ആരാധിക്കണം, ഏകദൈവമായി സ്വീകരിക്കണം, ഉടമ്പടി കർശനമായി പാലിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 4-5 വചനങ്ങളിലും 10-ാം അധ്യായം 12-ാം വചനത്തിലും 11-ാം അധ്യായം 13-ാം വചനത്തിലും 13-ാം അധ്യായം 4-ാം വചനത്തിലും 30-ാം അധ്യായം 20-ാം വചനത്തിലും ആവർത്തിച്ചു പറയുന്ന ഒരു വചനമാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. തുടർന്ന് നിയമാവർത്തനത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായ ഒരു ദൈവശാസ്ത്രമാണ് നിയമത്തിൻ്റെ ആന്തരികത. ബാഹ്യമായ അനുഷ്ഠാനത്തെക്കാൾ നിയമത്തിൻ്റെ ആന്തരികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിശുദ്ധ ഗ്രന്ഥ പുസ്തകമാണ് നിയമാവർത്തനം. ദൈവത്തോടുള്ള പരിപൂർണമായ സ്നേഹം, ഹൃദയ പരിച്ഛേദനത്തിൻ്റെ ആവശ്യകത ഇവിടെ ഊന്നിപ്പറയുന്നതായി നമുക്ക് കാണാം. സകല വികാരങ്ങളുടെ ഉറവിടമായ ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ് ശാരീരികമായ പരിച്ഛേദനത്തേക്കാൾ ഉത്തമമെന്നും ആവശ്യമെന്നും ഇവിടെ ഊന്നിപ്പറയുന്നു. പുതിയ നിയമത്തിൽ ഈ പുസ്തകത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാനാവും. ഒരുപക്ഷെ യേശുക്രിസ്തു ഏറ്റവും അധികം കോട്ട് ചെയ്ത അല്ലെങ്കിൽ ഉദ്ധരിച്ച വിശുദ്ധ ഗ്രന്ഥഭാഗം നിയമാവർത്തന പുസ്തകമാണ്. കാരണം വിശ്വാസത്തിൻ്റെ ഉയർന്ന പടിയിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നപ്പോൾ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിലാണ് നിയമത്തിൻ്റെ ആന്തരിക പാലനത്തെപ്പറ്റി വളരെ പ്രധാനപ്പെട്ടമായ രീതിയിൽ ഇവിടെ പ്രതിപാദിക്കുന്നത്. അവസാനമായി പാപങ്ങളോട് കാണിക്കേണ്ട പരിഗണനയെപ്പറ്റി വളരെ വിശദമായി ഇവിടെ നൽകപ്പെടുന്നു. ഏതെങ്കിലും വിധത്തിൽ അവശതയോ പീഡനമോ അല്ലെങ്കിൽ എതിർപ്പോ അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹത്തോടും കരുണയോടെയുമായിരിക്കണമെന്ന് നിയമാവർത്തന പുസ്തകം നമ്മെ അനുശാസിക്കുന്നു. പഞ്ചഗ്രന്ഥിയുടെ ഓരോ താളുകളിലും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയുള്ള വ്യത്യസ്തമായ മുഖങ്ങളും ഭാവങ്ങളും വിവരണങ്ങളാണ് പഞ്ചഗ്രന്ഥിയിൽ നമുക്ക് കാണാനാവുക. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിക്കുന്ന ദൈവത്തെ
പരിപാലിക്കുന്ന ദൈവത്തെ കാണാനാവുമെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കൂടെ നടക്കുന്ന, കണ്ണുനീര് കാണുന്ന, കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ കാണാനാവും. ലേവ്യരുടെ പുസ്തകത്തിൽ വിശുദ്ധിയിലേക്ക് വിളിക്കുന്ന ദൈവത്തെ കാണാനാകും. പരിശുദ്ധനായ ദൈവം തൻ്റെ ജനവും പരിശുദ്ധരായിരിക്കുവാനും അവരുടെ പരിശുദ്ധിയിലൂടെ ലോകം മുഴുവൻ പരിശുദ്ധമാക്കപ്പെടുവാനും ലക്ഷ്യം വെക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. സംഖ്യയുടെ പുസ്തകത്തിലൂടെ ദൈവത്തെ കേന്ദ്രീകൃതമായി ദൈവം കേന്ദ്രമാക്കിക്കൊണ്ട് യാത്ര ചെയ്യേണ്ട ദൈവജനത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി വിവരിക്കുന്നു. അപ്രകാരം ദൈവം കേന്ദ്രമായി നിത്യജീവനിലേക്ക് ചരിക്കേണ്ട ദൈവജനത്തെ പറ്റിയുള്ള പ്രതിപാദനം ഏതു കാലത്തും പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. നിയമാവർത്തന പുസ്തകത്തിൽ നിയമത്തിൻ്റെ ബാഹ്യാനുഷ്ഠാനത്തേക്കാൾ ആന്തരികമായ അനുഷ്ഠാനത്തിലൂടെ വാഗ്ദാന ഭൂമിയിൽ നിരന്തരം ചരിക്കുവാനും ദൈവത്തിൻ്റെ മക്കളായിരിക്കുവാനും നമ്മെ ക്ഷണിക്കുകയും അതിനുവേണ്ട എല്ലാ നിയമങ്ങളും അനുശാസനങ്ങളും മോശയിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പഞ്ചഗ്രന്ഥി അതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ദൈവശാസ്ത്ര രഹസ്യങ്ങളെ മനസ്സിലാക്കി രക്ഷയിലേക്ക് ചരിക്കുവാൻ ഈ ഗ്രന്ഥങ്ങളുടെ വായനയും അതിൻ്റെ പഠനവും ധ്യാനവും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.